കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരു ഒറ്റ ഫോട്ടോയുടെ പേരിൽ ഇല്ല കാക്കക്കുട്ടി കല്ലെറിഞ്ഞ പോലെ കിടന്ന് കുറേ ആൾക്കാർ കലവല കലവല കലവലാന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവർ പ്രായപൂർത്തിയായവരാണ്. അവർ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു. അവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നു. ഈ പുറത്തു വന്ന ചിത്രം നോക്കാൻ നേരത്ത് പെൺകുട്ടിയുടെ മതം മുസ്ലിമുമാണ്, ആൺകുട്ടി ഹിന്ദുവാണ്. പെട്ടെന്ന് ചില ആൾക്കാർ ഭയങ്കര ബഹളം വെക്കാൻ തുടങ്ങി. എന്തിനവൾ ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിലൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു. ഇതിന് മൂന്നാമതൊരാൾ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകത്തില്ല. ചില ആൾക്കാരൊക്കെ റിയാക്ഷൻ വീഡിയോ എടുത്തിരുന്ന കണ്ടു. റിയാക്ഷൻ വീഡിയോ ഇടാൻ നേരത്ത് ഇവരുടെയൊക്കെ ഫോട്ടോ, ഇവരുടെ മുഖമൊക്കെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടാണ് പല ആൾക്കാരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അതിൽ കച്ചറ പരിപാടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അവരുടെ ഈ രാജ്യത്തുള്ള സ്വാതന്ത്ര്യം അനുസരിച്ച് പോയി കല്യാണം കഴിച്ചവരാണ്. അതിനൊന്നും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവും എനിക്കും നിങ്ങൾക്കും ഇല്ല. മനസ്സിലായില്ലേ കാര്യം? എനിക്കും നിങ്ങൾക്കുമില്ല. എന്നാൽ എനിക്ക് കോമഡി ഫീൽ ചെയ്തത് എന്താണെന്നറിയോ? ചില ആൾക്കാരെയൊക്കെ ചില പോസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന കാണാൻ നേരത്താണ് എനിക്ക് കോമഡി ഫീൽ ചെയ്തത്. ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. ബാപ്പയുടെ പ്രായം കാണും, അതും അവൻ്റെ 2ാം കെട്ടുമാണെന്ന് കേൾക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉറപ്പുമില്ല, കേൾക്കുന്നു. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? കുറച്ച് നാൾ കഴിഞ്ഞൊരു ദുരന്ത വാർത്ത കേൾക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒളിച്ചോടി പോകുന്നവരെല്ലാം ദുരന്തമായി മാറുകയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പോൾ നേരെ ചൊവ്വ കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഈ അടുത്ത സമയത്ത് എന്തെല്ലാം കേസുകൾ നമ്മൾ കേട്ടു. സ്ത്രീധനത്തിൻ്റെ പേരിൽ പെൺകുട്ടികളൊക്കെ ഏതെല്ലാം കേസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഈ അടുത്ത സമയത്തല്ലേ ഈ ഫോണിനകത്തൂടെ ഈ തലാക്ക് ചൊല്ലുന്ന കേസൊക്കെ നമ്മൾ കണ്ടത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കുക. ഈ ദുരന്തം എന്ന് പറയുന്ന നേരത്ത് എല്ലാ സ്ഥലത്തും ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചില ആൾക്കാർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും നല്ല മാസം, ലവ് കുരുക്ഷേത്ര പ്രണയ സാഫല്യം, ഈ റമദാൻ മാസം അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർക്ക് ഇവിടെ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഈ മാസം ഇപ്പം നോമ്പ് നടക്കുന്ന മാസമല്ലേ, ഈ മാസം എന്തിനവൾ പോയി എന്നുള്ള രീതിയിലൊരു ചോദ്യമാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ഈ മാസം അങ്ങനെ പോകാനേ പാടില്ലായിരുന്നു. അങ്ങനെ പോയതാണ് പലർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അടുത്ത മാസം ഈ പെൺകുട്ടിക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മൾ ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനകത്ത് നമ്മൾ കേൾക്കുന്നതാണ് കേട്ടോ. ഇവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കല്യാണം വരുന്ന അടുത്ത മാസം അതിൻ്റെ ഫോട്ടോസൊക്കെ അവർ പുറത്തു വിടുന്നു. ഒരു പയ്യനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു, വീട്ടുകാർ നിർബന്ധിച്ചതായിരിക്കണം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ബഹളം വെക്കാൻ നേരത്തും ഇവർ ഈ മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പയ്യനെ കല്യാണം കഴിച്ചതിനാണ് ഇവിടെ ബഹളം വെച്ച് കച്ചറ ഉണ്ടാക്കി ആ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്ത് ബഹളം വെച്ച് അലമ്പുണ്ടാക്കുന്നത്. ഒരുമാതിരി അല്ല കാക്കയുടെ കൂടുണ്ടെന്ന് വെക്കുക. ഈ കൂട്ടിനകത്തൊരു കല്ലെടുത്ത് എറിഞ്ഞ് എങ്ങനെ ഇരിക്കും? അമ്മാതിരി ബഹളം വെപ്പാണ് ഈ ഒരു കല്യാണ ഫോട്ടോയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറേ ആൾക്കാർ ഇപ്പം ബഹളം വെക്കുന്ന ചില ആൾക്കാർ ഒരാഴ്ച മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മതം തോറ്റു, പ്രണയം ജയിച്ചു എന്നൊക്കെ കമൻറ്റ് ഇട്ടിരിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ വാർത്ത ഇവിടെ ആഡ് ചെയ്യാം, എന്നിട്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. അതുപോലെ തന്നെ പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളും കേട്ടുക. റിയൽ കേരള സ്റ്റോറി. ലവ് ജിഹാദ് ആരോപിക്കപ്പെട്ട ജാർഖണ്ഡ് സ്വദേശികൾ കേരളത്തിലെത്തി വിവാഹിതരായി എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ആലപ്പുഴ ലവ് ജിഹാദ് ആരോപണവും വേട്ടയാടലുകളും ഭയന്ന് കേരളത്തിലെത്തിയ ജാർഖണ്ഡ് സ്വദേശികൾക്ക് പ്രണയ സാക്ഷാത്കാരം. പാലാമു ജില്ലയിലെ ഛത്തർപൂർ സ്വദേശികളായ ആശ വർമ്മയും മുഹമ്മദ് ഗാലിബും കായംകുളത്തിൽ വിവാഹിതരായി 10 വർഷത്തിലേറെ പ്രണയത്തിലായിരുന്നു ഇരുവരും. വ്യത്യസ്ത മതഭാവത്തിൽപ്പെട്ടതിനാൽ വിവാഹത്തിന് കടുത്ത എതിർപ്പും ഭീഷണിയും നേരിട്ടു. ചെയ്യുവാനാവാതെ ഇരുവരും പ്രണയ സാക്ഷാത്കാരത്തിന് സാധ്യമല്ലാതെ നിരാശയിലായി. ഇതിനിടെ കുടുംബം 45 വയസ്സുകാരനുമായി ആശാ വർമ്മയുടെ വിവാഹം നടത്താനുള്ള നീക്കം നടത്തി. ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി. പെൺകുട്ടിക്ക് താല്പര്യമില്ലാതെ വീട്ടുകാർ നിർബന്ധപൂർവ്വം ഒരു 45 വയസ്സുകാരന് 10-18 വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ 20 വയസ്സ് മാക്സിമം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്രശ്നമായിരിക്കും ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടിലും നടന്നത് അല്ലേ. കല്യാണം നിശ്ചയിച്ചു എന്ന് പറയുന്നു, ആ പെൺകുട്ടിക്ക് താല്പര്യം കാണത്തില്ല. ഈ റമദാൻ മാസം കഴിയാൻ നേരത്ത് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു, ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പുള്ളിക്കാരി അങ്ങ് ഇറങ്ങിപ്പോയി. ഇവിടെയാണ് പ്രശ്നം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ പേരൻസിനെ ഇവരിപ്പോൾ വളർത്തുന്നവരാണല്ലോ, 10-20-25 വയസ്സ് വരെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം അവരെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുറച്ച് കേസുകളുണ്ട്.
അവരുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു 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 എന്താണ് പറയുന്നത്, നമ്മളിപ്പം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു മോനെയൊക്കെ ഇത്രയൊക്കെ വളർത്തിയെടുത്തിട്ട് അവർ പെട്ടെന്ന് അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇന്നലെ കണ്ട ഒരാളെ പോകുന്നപ്പോൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ കേസ് തന്നെ നോക്കി, 45 വയസ്സുകാരനോടൊപ്പം ഒക്കെ കെട്ടിച്ചുവിടാൻ പോവുകയാണ്. അവരുടെ പേരൻസാണ്, ഇതുപോലുള്ള പേരൻസും ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചില ആൾക്കാരെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ അവരുടെ ലൈഫിലൊരു ഡിസിഷൻ എടുത്ത് പോകുന്നത്. ചിലതൊക്കെ എന്ന് പറയുന്ന നേരത്തെ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, ഈ 10-18 വയസ്സ് അങ്ങോട്ട് തികഞ്ഞിട്ട് എട്ടും പൊട്ടും തിരിയാതെ, ഇത് ഞാൻ പറയാം, ഇപ്പം ഈ ബസ്സിലെ കിളി അത് മോശം ജോലിയാണെന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിന് ഫ്രണ്ടിലൊക്കെ പോയി പട്ടി ഷോ കാണിക്കുന്ന ചില ആൺപിള്ളേരൊക്കെ ഉണ്ട്, ബൈക്കൊക്കെ ഇങ്ങനെ ഷോ കാണിക്കുന്ന, സൗണ്ട് സൈലൻസറൊക്കെ ഊരി കളഞ്ഞിട്ട് ഷോ കാണിക്കുന്ന കുറച്ച് ടീംസൊക്കെ ഇവരുടെയൊക്കെ കൂടെ പോകാറുണ്ട്. അത് പക്വതക്കുറവാണ്, മനസ്സിലായി. അപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമായ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ചില ട്രാപ്പിൽ വീഴുന്നവരുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സത്യസന്ധമായി വീട്ടുകാർ ഒട്ടും ഇവരുടെ മനസ്സ് മനസ്സിലാക്കാതെ നിൽക്കുമ്പം വേറെ വഴിയില്ലാതെ പോകുന്നവരുണ്ട്. ചില ആൾക്കാർ വീട്ടുകാരെ ചിന്തിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 3 കാറ്റഗറി ഉണ്ട്. എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇത് ആൾക്കാർ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, അതുപോലെ തന്നെ ഈ പയ്യൻ്റെ മതം ആൾക്കാർ എടുത്തെടുത്ത് എല്ലാ യൂട്യൂബേഴ്സും എടുത്തെടുത്ത് പറയുന്നത് മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു പയ്യനോടൊപ്പം പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഈ മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പയ്യനോടൊപ്പം പോയപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ബഹളം വെപ്പ് കച്ചറ ഉണ്ടാക്കുകയാണ്. ജാർഖണ്ഡിൽ ഒരു മുസ്ലിം പയ്യനും ഹിന്ദു പെൺകുട്ടിയും കൂടെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി നമ്മുടെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചപ്പോൾ കായംകുളത്ത് വന്നിട്ടൊരു പള്ളി വെച്ച് അവർ കല്യാണം കഴിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറഞ്ഞാൽ എന്താ പറയുക, ഇത് കേരളമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവിടെ മനുഷ്യനാണ് വലുത്, മതമല്ല. അതുപോലെ തന്നെ എന്താണ്, മതം തോറ്റു പ്രണയം ജയിച്ചു എന്നൊക്കെയാണ് നമ്മുടെ മലയാളികളൊക്കെ അടിച്ചു വിട്ടുകൊണ്ടിരുന്നത്. ഇതേ മലയാളികളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പയ്യനെ കല്യാണം കഴിച്ച് അവരവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകാൻ നേരത്ത് ഇവിടെ കിടന്ന് കച്ചറ കാണിച്ച് ബഹളം ഉണ്ടാക്കി അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ജാർഖണ്ഡിലെ മറ്റേ ടീമും നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസമില്ല. എന്ത് വ്യത്യാസം? മതം തോറ്റു, മനുഷ്യൻ ജയിച്ചു, പ്രണയം ജയിച്ചു എന്നൊക്കെയാണ് ഇവിടെ ആൾക്കാർ അടിച്ചിട്ടുണ്ടിരുന്നത്. ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. അതേ ടീമൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു പെൺകുട്ടിയും. ഇവിടെ എല്ലായിടത്തും പ്രശ്നം പറയുമോ, പെൺകുട്ടിയുടെ മതമാണ് പലയിടത്തും പ്രശ്നം. ഇപ്പം നേരെ തിരിച്ച് ഈ ഒളിച്ചോട്ടത്തിൽ ഇപ്പം ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന ഒളിച്ചോട്ടത്തിൽ ആൺകുട്ടി മുസ്ലിമും പെൺകുട്ടി ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ബഹളം വയ്ക്കുന്ന ആരും വേണ്ടത്തില്ല, ഇനി പോരെ കുഴപ്പമില്ല അടിപൊളി എന്ന് പറഞ്ഞ്. പിന്നെ ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഈ 2 റിലീജിയനുള്ള മാരേജ് ഉണ്ടല്ലോ, അത് പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തീർത്തും വിശ്വാസികളായിട്ടുള്ള 2 പേരുമാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര പാടാണ്. ഓരോ മതത്തിനും ഓരോ രീതിയൊക്കെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവരുടെ ഒരു പ്രത്യേക രീതി, ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിൽ വേറെ രീതി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ വേറെ രീതി. ഇതെല്ലാം കൂടെ ചേർന്ന് പോകാനൊക്കെ വലിയ പാടാണ്. അല്ലെങ്കിൽ ഒരാൾ മതം മാറി കുറേ കൂടെ കഴിയാൻ നേരത്ത് മറ്റൊരാളുടെ കൂടെ അങ്ങ് ചേർന്ന് പോകും. അത് കൂടുതലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു കല്യാണം കഴിക്കും, പിന്നെ ആ പെൺകുട്ടി അങ്ങ് മതം മാറിയ ആൺകുട്ടിയുടെ മതത്തിലേക്കൊക്കെ ചേരുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ വീട്ടുകാരെ മൊത്തം ഇൻസൾട്ട് ചെയ്ത് പോകുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അവർ വളർത്തി, അവർ പഠിക്കാൻ വിട്ട്, അവർ ഫുഡ് കഴിപ്പിച്ച്, ഫുഡ് തന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള നമ്മളെ ഇങ്ങനെ വളർത്തിയെടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പറയുന്ന കേൾക്കുന്ന ഒരു ഫാമിലിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ പോകുന്ന വ്യക്തി നമ്മൾ ചാടിക്കയറി പോയി കഴിഞ്ഞാൽ ജീവിതം ഗോവിന്ദയായിപ്പോൾ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നോക്കിയും കണ്ടിട്ട് വേണം ആൾക്കാർ ഒളിച്ചോടിപ്പോയി. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതല്ലേ, ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒരു പെൺകുട്ടി ഒളിച്ചോടി പോകുന്നു, പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം മതമാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഈ ജാർഖണ്ഡിലെ കാര്യത്തിൽ ഞാൻ അതുകൊണ്ടാണ് ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടിയാണ്. ജാർഖണ്ഡിൽ വാവ് വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ആൺകുട്ടിയും കൂടെ, മുസ്ലിം പെൺകുട്ടി ഈ പയ്യനും കൂടെ കല്യാണം കഴിച്ചതിനെ കിടന്ന് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാർഖണ്ഡും മലയാളികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ചുമ്മാ ഭയങ്കര കേരള സ്റ്റോറി എന്നൊക്കെ അടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമൊന്നുമില്ല. മതം വിഷയമാകുന്ന നേരത്ത് എല്ലാവരും സംഭവം തന്നെ മീശ വിരിക്കും, കച്ചറ ഉണ്ടാക്കും, ഓടെ ജീവിതം ഇങ്ങനെ ആയി പോവും എന്നൊക്കെ പ്രാകുക. പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ മതപരമായ രീതിയിൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ അല്ല ഇവിടെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരല്ല പ്രതികരിക്കുന്നത്. മതത്തിൽപ്പെട്ടതായതുകൊണ്ട് കുറേ ആങ്ങളമാരും അപ്പാപ്പന്മാരും കുറച്ച് ചേച്ചിമാരും ഒക്കെ ഉണ്ട്, ഇത്തമാരും ഒക്കെ ഉണ്ട്. ഇവർ ലോകത്തിൻ്റെ പല കോണിലിരുന്നുകൊണ്ട്
അങ്ങ് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാതിരിയല്ല കാക്കയുടെ ഒരു കൂടുണ്ടെന്ന് കരുതുക. ഇതിനകത്തൊരു കല്ലിട കുറവ് ഒറ്റ ഏറ് കൊടുത്തു കഴിഞ്ഞാൽ കറകറകറാതെ ബഹളം വെക്കത്തില്ല. അമ്മാതിരി ബഹളം വെപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതണ്ട ഈ ഒരു ചിത്രവും കൂടെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നമ്മുടെ നാട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ മതത്തിൻ്റെ പേരിൽ ആൾക്കാർ കുറച്ച് പരിപാടി കാണിക്കുന്നുണ്ട്. പെൺകുട്ടികളെയൊക്കെ മതം മാറ്റി തീവ്രവാദ പ്രവർത്തനത്തിന് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറയുന്നില്ലേ, എല്ലാ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ കല്യാണം കഴിച്ച് അവർ സ്വസ്ഥമായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിലേക്ക് മടങ്ങി വരണം IAS ചേർന്ന മലയാളി യുവതി എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന കാര്യമാണ്. പഠിക്കാൻ പോയ പെൺകുട്ടിയൊക്കെ മതം മാറ്റി IAS കൊണ്ടുപോയി, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി. ആ ഒരു കുട്ടിയൊക്കെ ആയി ഇപ്പോൾ അവരവിടെ കിടക്കാണ്. ദുരിതം പിടിച്ചു കിടക്കുക, നരകയാതനയാണ്. ഇന്ത്യക്ക് പോലും വേണ്ട, കാരണം അവർ തീവ്രവാദ പ്രവർത്തനത്തിനാണ് പോയത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുള്ളൂ, ജസ്റ്റ് ഫോളോ ചെയ്യുക. അതോടൊപ്പം ഒരു കമൻറ്റ് ഇടുക.